അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഒരു ചെറിയൊരു ചരിത്രമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ തുർക്കിയിലെ ഒരു തെരുവിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞു ആളുകൾ വരുന്ന സമയം അവിടെ അതാ ഒരു മയ്യത്ത് കിടക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഒന്ന് വഴിയുടെ അരികിലേക്ക് മാറ്റിക്കിടത്താൻ പോലും ആരും തയ്യാറാകുന്നുമില്ല. ആ മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ അറപ്പോടെ വെറുപ്പോടെ എല്ലാവരും മാറിപ്പോകുന്നു. ആ സമയം ജനങ്ങളുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിച്ചറിയാൻ ആ നാട്ടിലെ ഖലീഫ അവിടെയെത്തി. വേഷം മാറി വന്ന ഖലീഫയെ ആരും തിരിച്ചറിഞ്ഞില്ല. ഉസ്മാനി ഖിലാഫത്തിലെ ഖലീഫയായ സുലൈമാനുൽ കാനൂനി റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹം മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അതാ മരിച്ചു കിടക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഖലീഫയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്? ഒരാൾ മരിച്ചു കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ആ മയ്യത്തൊന്ന് മാറ്റിക്കിടത്താൻ പോലും പറ്റിയില്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം? പറയുന്നത് ഖലീഫയാണെന്ന് അറിയാതെ ആ നാട്ടുകാർ ഖലീഫയോട് ദേഷ്യത്തോടെ, നിങ്ങൾക്ക് അറിയില്ല ഇയാൾ ആരാണെന്ന്. നിങ്ങൾ ഈ നാട്ടുകാരല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഈ കിടക്കുന്നവൻ ആരാണെന്നറിയുമോ? ഇവൻ കയറാത്ത ഒരൊറ്റ വേശ്യയുടെ വീടില്ല. ഇവൻ കയറാത്ത മദ്യശാലകളില്ല. ഇവിടെ അത്രയ്ക്കും വൃത്തികെട്ട ഒരാളുടെ മയ്യത്താണിത്. അറപ്പാണ് ഞങ്ങൾക്ക്. അത് ഞങ്ങൾ തൊടില്ല. അവിടുത്തെ ആളുകൾ തീർത്തു പറഞ്ഞു. അപ്പോൾ സുലൈമാനുൽ കാനൂനി റളിയല്ലാഹു അൻഹു ചിന്തിച്ച കാര്യം മറ്റൊന്നായിരുന്നു. കാനൂനി അവിടുത്തെ ഖലീഫയാണ്. എനിക്ക് ഈ മയ്യത്തിൻ്റെ മേൽ ഉത്തരവാദിത്തമുണ്ട്. ഈ മയ്യത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഞാൻ കുറ്റക്കാരാവരുത്. എത്ര മോശം! മനുഷ്യനാണെങ്കിലും ഞാൻ ഇയാളെ കൊണ്ടുപോകും. ഖലീഫ കൂടെ വന്ന ഭടന്മാരെ വിളിച്ചു. അയാളുടെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ചു. കണ്ടുപിടിച്ചു. ആ മയ്യത്ത് എടുത്തു കൊണ്ടുപോയി ആ വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവച്ചു. അകത്തുനിന്നും മരിച്ചയാളുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ഖലീഫ അവരോട് പറഞ്ഞു, അല്ല പെണ്ണെ, നിങ്ങൾ ഈ കരയുന്നത് ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ ആയിരുന്നെങ്കിൽ അന്നേ നന്നാകുമായിരുന്നു. ഇനിയിപ്പോൾ അലമുറയിട്ട് കാര്യം എന്താണ്? ഖലീഫ അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പതിയെ കരച്ചിൽ നിർത്തി. എന്നിട്ട് ഖലീഫയോട് അവർ പറയുകയാണ്, എൻ്റെ ഭർത്താവ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒറ്റ വക്ത് നിസ്കാരം ഖളാക്കാറില്ല. രാത്രിയിൽ പോലും ഉറങ്ങാതെ സൃഷ്ടാവിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. വളരെ നല്ല സ്വഭാവത്തിനുടമയാണ് അദ്ദേഹം. ഇത് കേട്ട് നാട്ടുകാർ ആ പെണ്ണിനെ കളിയാക്കി. നിൻ്റെ ഭർത്താവ് അതും അത്രയ്ക്ക് നല്ലവനാണ്. എന്താ പെണ്ണെ, നിനക്കറിയില്ലേ? നിൻ്റെ ഭർത്താവ് കയറാത്ത കള്ള് ഷാപ്പോ വേശ്യയുടെ പുരയോ ഈ നാട്ടിലില്ല. അവരെല്ലാം ഒരു തമാശ കേട്ട പോലെ ചിരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആ പെണ്ണ് അവരോട് ചോദിച്ചു, എൻ്റെ ഭർത്താവ് കള്ള് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. കള്ള് ഷാപ്പിലേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുടിക്കുന്നത് കണ്ടിട്ടില്ല. വ്യഭിചരിക്കുന്നത് കണ്ടിരുന്നോ? ഇല്ല. വേശ്യയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റൊന്നും കണ്ടില്ല. അവർ കൂട്ടത്തോടെ പറഞ്ഞു. ആ മനുഷ്യൻ്റെ ഭാര്യ പറയുകയാണ്, എന്നാലേ എൻ്റെ ഭർത്താവ് അധ്വാനിച്ചു കാശ് കൂട്ടിവെക്കും. എന്നിട്ട് അതൊരു വലിയ തുകയാകുമ്പോൾ കള്ള് ഷാപ്പിൽ പോയി അവിടുത്തെ മദ്യക്കുപ്പികളെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളുടെ പറമ്പിൽ വലിയൊരു കുഴിയുണ്ടാക്കി മുഴുവൻ മദ്യക്കുപ്പികളും അതിലേക്ക് ഇട്ട് നശിപ്പിക്കും. എന്നിട്ട് പറയും, അൽഹംദുലില്ലാഹ്, പടച്ചോനെ, നിൻ്റെ ഔദാര്യം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞല്ലോ അല്ലാ എന്ന്. ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാശുണ്ടാക്കി എന്തെങ്കിലും വേശ്യയുടെ വീട്ടിലേക്ക് കയറിപ്പോകും. എന്നിട്ട് അവരോട് ചോദിക്കും, നിൻ്റെ ഇന്നത്തെ വരുമാനം എത്രയാണെന്ന്. എന്നിട്ട് അവർക്ക് ആ കാശ് കൊടുത്ത് അവരോട് പറയും, ഇന്ന് നീ വ്യഭിചരിക്കരുത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയും, പടച്ചോനെ, ഇന്ന് നിൻ്റെ ഒരടിമയെ എനിക്ക് വ്യഭിചാരത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ്, നീ ചെയ്ത അനുഗ്രഹമാണല്ലോ എന്ന്. ഇത് കേട്ടപ്പോൾ ഖലീഫ അന്തിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനോട് എപ്പോഴും പറയാറുണ്ട്, അല്ല മനുഷ്യ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതിനാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരാളല്ലേ. നിങ്ങൾ മരിച്ചു കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് ഞാൻ എന്നും ഭർത്താവിനോട് പറയാറുണ്ട്. അന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മയ്യത്ത് പരിപാലിക്കാനോ ആളില്ലാത്തത് ഈ തുർക്കി കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം എൻ്റേതായിരിക്കും എന്ന്. ആ ഭർത്താവ് എന്നോട് പറയുന്ന കാര്യമാണ്. എൻ്റെ മയ്യത്ത് പരിപാലിക്കാനോ ആളില്ലാത്തത് ഈ തുർക്കി കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം എൻ്റേതായിരിക്കുമെന്ന്. നീ കണ്ടോ,
എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാം നിൽക്കുക ഈ രാജ്യത്തിൻ്റെ ഖലീഫയായ സുലൈമാനുൽ ഖാനൂനിയായിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ അവിടെ വേഷം മാറി വന്നു നിൽക്കുന്ന സുലൈമാനുൽ ഖാനൂനി എന്ന ഖലീഫ തേങ്ങിക്കരഞ്ഞുപോയി. യാ അല്ലാഹ്! രാവിലെ സുബിഹി കഴിഞ്ഞപ്പോൾ എന്തോ പ്രേരണയാൽ ഇറങ്ങിപ്പുറപ്പെടാൻ തോന്നിയത് ഇത് കൊണ്ടായിരുന്നു. അല്ലാഹ്! ഉടനെ ഖലീഫ പറഞ്ഞു, ഞാൻ സുലൈമാനുൽ ഖാനൂനിയാണ്, ഈ മനുഷ്യൻ്റെ ദുആ കൊണ്ടാണ് അള്ളാഹു എന്നെ ഇന്നിവിടെ എത്തിച്ചത് എന്ന്. അദ്ദേഹം ഉടനെ എല്ലാവരെയും വിളിച്ചു വരുത്തി. പട്ടാളക്കാർക്കൊക്കെ അന്നത്തെ ദിവസം അവധി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എല്ലാവരും ഈ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന്. എല്ലാവരും എത്തി. അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മയ്യത്ത് നിസ്കാരം അവിടെ നടക്കുകയാണ്. തുർക്കിയിലെ ഉസ്മാനി രാജാക്കന്മാരെ കബറടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ആ മനുഷ്യൻ്റെ മയ്യത്തും കബറടക്കി. സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരെ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് ഈ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്തു കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.